സമാനതകൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഈ നൂറ്റാണ്ടും ആ നൂറ്റാണ്ടിലും എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. സത്യമാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന സത്യത്തെക്കുറിച്ച്. സത്യാന്വേഷികളായിരിക്കുന്ന വ്യക്തികളാണ് ജ്ഞാനികൾ. ജ്ഞാനികൾ കടന്നു വന്നിട്ട് അന്വേഷിച്ചത് കൊട്ടാരത്തിലാണ്. രാജാവായി പിറന്നവരെവിടെ, അവിടെയാണ് അന്വേഷിച്ചു പോയത്. ആട്ടിടയന്മാർ അന്വേഷിച്ചത് അവർ എങ്ങനെ കേട്ടുവോ അതുപോലെ പുൽക്കൂട്ടിൽ പോയി അവിടെ അന്വേഷിക്കുകയാണ് ചെയ്തത്. കൃത്യമായ സ്ഥലത്ത് ചെന്നു. പക്ഷെ അവർക്ക് കൃത്യസ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ല. അവർ കൊട്ടാരത്തിലാണ് ചെന്നത്. അവിടെ എന്തൊക്കെ വൈഷമ്യങ്ങളുണ്ടായി. നിങ്ങൾ വന്ന വഴിയെ പോകരുത്, നിങ്ങൾ കൊട്ടാരം വഴിയെ പോകരുത്, വേറെ വഴിയായിട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതുവരെയും ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് അല്ല അവർ ജ്ഞാനികളായതുകൊണ്ട് അവർക്ക് ആ വെളിച്ചത്തിലൂടെ കടന്നു വന്നത് ദൈവം കൊടുത്തതാണെങ്കിൽ തന്നെയും അവരുടെയും കൂടി ചില ചിന്തകളും ബുദ്ധികളും ഒക്കെ ഉപയോഗിച്ച് കാണണം. പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന അപാകതകൾ പലപ്പോഴും അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ നിന്നും സ്വന്തം ചിന്തയിൽ നിന്നും വരുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ലാളിത്യം നിറഞ്ഞ പുൽക്കൂട്ടിൽ ആയിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ അടുക്കൽ തങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തിരിച്ചറിവ് ദൈവം കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. അവിടെയാണ് അവർ യഥാർത്ഥ ട്രാക്കിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരുന്നത്. ഇവിടെയാണ് ഇരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചം വീശുന്ന ഒരു അനുഭവം ഇവിടെ വായിച്ചു കേട്ട ഭാഗത്തും അവനിതാ സാക്ഷാൽ പ്രകാശമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാ ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരുന്നു എന്ന് പറയുന്നു. അതുതന്നെയാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ 9:2 പറയുന്നത്. അതുതന്നെയാണ് ഇരുട്ടിൽ നടക്കുന്നവർക്ക് വെളിച്ചമുദിച്ചു എന്നുള്ളൊരു വചനം വ്യക്തതയോട് നമുക്ക് കാണാൻ കഴിയും. പ്രകാശമാണ്, ഈ പ്രകാശത്തിൻ്റെ ഉടമസ്ഥനാണ് ഈ ലോകത്തിലേക്ക് വന്നത്.